പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരാനിരിക്കെ കോൺഗ്രസിന്റെ നിർണായകമായ പ്രവർത്തക സമിതി യോഗം ഇന്ന് നടക്കും. വനിതാ സംവരണ ഭേദഗതി ബിൽ, FCRA ഭേദഗതി, പശ്ചിമേഷ്യൻ സംഘർഷമടക്കമുള്ള വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളും യോഗം അവലോകനം ചെയ്യാൻ സാധ്യത. PR അരവിന്ദ് വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. പറയൂ അരവിന്ദ്. വനിതാ സംവരണ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ ഈ ബില്ല് പാസ്സാക്കാനും ഏപ്രിൽ 16 കേന്ദ്ര സർക്കാർ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരുന്നത്. കാരണം കൃത്യമായ കൂടിയാലോചനകളില്ലാതെയാണ് ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിമർശനം പ്രധാനമായും കോൺഗ്രസ് ഉയർത്തുന്നു. അതുപോലെ തന്നെ ബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നും പ്രധാനമായും കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ വിഷയങ്ങളിൽ എന്തൊക്കെ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കണമെന്നത് ചർച്ച ചെയ്യാനാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരുക. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തക സമിതി അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തായാലും വനിതാ സംവരണ ഭേദഗതി ബില്ലിന് പുറമെ നിരവധി വിഷയങ്ങൾ പ്രധാനമായും ഉണ്ട്. FCRA നിയമം, അതുപോലെ തന്നെ മറ്റ് പശ്ചിമേഷ്യൻ സംഘർഷം അടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തക സമിതി വിശകലനം ചെയ്യും തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതുകൂടാതെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷം നൽകിയ ഇംപീച്ച്മെന്റ് നോട്ടീസ് അത് ചർച്ചയ്ക്ക് പോലും എടുക്കാതെ പാർലമെന്റിലെ 2 അധ്യക്ഷന്മാരും തള്ളുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിൽ എന്തൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കണം, എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുക അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് പ്രവർത്തക സമിതി പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയവും പ്രവർത്തക സമിതി ഒരുപക്ഷെ പാസാക്കിയേക്കും. കൃത്യമായ നിലപാടുകൾ, കാരണം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അത് അമേരിക്കയ്ക്കും ഇസ്രയേലും പറയുന്നത് അനുസരിച്ചെന്ന വിമർശനം നേരത്തെ തന്നെ കോൺഗ്രസ് ഉയർത്തിയിരുന്നു. അമേരിക്ക വിധേയമാകുന്നതാണ് ഇന്ത്യക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണം. എന്തായാലും ഇക്കാര്യങ്ങളടക്കം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ അസം, അതുപോലെ തന്നെ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. ഇതിന്റെ ഒരു വിശകലനം കൂടി പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടാകും. SK. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.